ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോ-പ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ മൈജി, co-powered by Dr. Moms and cosmetic partner Dazzler Echena. ജി കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും വക ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. അതോ എന്തോ ഇന്ന് ടെലിവിഷനിലെയും അതുപോലെ തന്നെ സിനിമയിലെയും മിന്നും താരങ്ങളാണ് നമ്മുടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. ശങ്കളെ സ്വാഗതം. Merry Christmas. Merry Christmas. കല്ലു മധു ടീം എ. ആഹാ, രണ്ടുപേർക്കും മുടിയുണ്ട്, രണ്ടുപേർക്കും താടിയില്ലെന്ന് പറഞ്ഞു. അർച്ചന, ദീപൻ, നമസ്കാരം. Thank you. മധു അർച്ചനെ കുറിച്ച് പറയുമ്പോഴേ അർച്ചന കുഞ്ഞായിരിക്കും, കുഞ്ഞുനാള്. ഒരു സെക്കൻഡ് അർച്ചന പറ. കലേശേട്ടൻ എന്നെ ഈ കുഞ്ഞുനാള് മുതൽ അറിയാം. ഇതുണ്ടല്ലോ, ഈ അത്ര പ്രായമായിട്ടുള്ള ആൾക്കാർ മൊത്തം വരണ കാര്യം. കല്ലൂര് പിന്നെ എന്നെ കുഞ്ഞതിലേ മുതൽ അറിയാം. അർച്ചനയുടെ എത്രാമത്തെ വയസ്സിലാണ് കല്ലൂരിനെ ആദ്യമായിട്ട് കാണുന്നത്? ഇവിടെ പറയേണ്ട ഇവിടെയാണ് പറയേണ്ടത്. മിണ്ടാണ്ടിരിക്കും. 6ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സിൽ വെച്ചിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കല്ലൂരിന് ഏകദേശം എത്ര പ്രായം ഉണ്ടായിരിക്കും? അന്നേരം കല്ലു എന്താ ചെയ്യുന്നത്? ഞങ്ങായിരുന്നു ഇച്ചിരി. പഠിക്കാം. കുഞ്ഞു മുടി ഉണ്ടായിരുന്നു. 20 വർഷം മുമ്പ് കുറച്ചുകൂടെ എങ്ങായിരുന്നു, അത്രേ ഉള്ളൂ. എന്നിട്ട് അല്ല, സത്യമായിട്ടും എന്താണ് കല്ലൂരിനെ കുറിച്ചുള്ള ഓർമ്മ? മിണ്ടാണ്ടിരിക്കാനുണ്ട്. കല്ലൂരിനെ കുറിച്ചുള്ള ഓർമ്മത്തെ കുറിച്ച് ഇവിടേക്ക് എന്താ പറയാ? ക്രിസ്മസ് അല്ലേ ഇത്? പ്രായമുള്ള ആൾക്കാരുടെയാണ് ഈ ക്രിസ്മസ്. പപ്പാനി കണ്ടിട്ടില്ലേ? പമ്പരിക്ക് എന്തൊരു പ്രായമുണ്ട്, കണ്ടിട്ടില്ലേ? ദീപൻ എപ്പോഴാണ് കല്ലൂരിനെ കാണുന്നത് ആദ്യമായിട്ട്? എന്റെ ഗുരുവാണ് ശരിക്കും. ഞാൻ ആദ്യമായിട്ട് ഷോ ആങ്കർ ചെയ്യുമ്പോൾ ഗുരുവാണ്. ഗുരുവാകാനുള്ള പ്രായമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ശരിക്കും നിങ്ങളുടെ ഒരു ഭയങ്കരമാണല്ലോ നിങ്ങളുടെ സ്ഥാനം. കല്ലു ജുവലിനെ കണ്ടോ? ജുവലിനെ കണ്ടു. ജുവലിന്റെ അടുത്ത് എനിക്ക് ചോദിച്ചു. ഞാൻ ജുവലിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാത്തുക്കുട്ടിയുടെ ആങ്കറിങ് തുടങ്ങിയ ആളാ. ഞാനൊരു കാര്യം മാത്തുക്കുട്ടിയുടെ ഒപ്പം ആങ്കറിങ് തുടങ്ങിയ ആളാ. ഇപ്പൊ ഏത് ലെവലിലെത്തി? മമ്മൂക്കയുടെ നായികയായി 2-3 സിനിമയില്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വിജയ് സേതുപതിയുടെ നായികയായിട്ട് നീ അതേ ലെവലിൽ തന്നെ നിൽക്കുക. നീ അതേ ലെവലിൽ ഒരു മാറ്റം. ഞാൻ പക്ഷെ ഒരു കാര്യം പറയട്ടെ, ജുവലിന്റെ അടുത്ത് ചോദിച്ചു നോക്കും. ജുവലും ഞങ്ങൾ തമ്മിൽ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തെ ഇതുള്ളൂ. അല്ലാണ്ട് നിങ്ങളുമാരി 20 വർഷത്തെ സേവനങ്ങൾ. കേരളത്തിന്റെ റാണ ദഗുമട്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. തെലുങ്കില് സിനിമ നായകൻ, വില്ലൻ, അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നാ. എടാ, തെലുങ്കുകാർക്കൊക്കെ നിന്റെ ഇഷ്ടമാണോ ഇത്രയും? അതെ തെലുങ്കില് 2010 മുതൽ പടങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇപ്പൊ തെലുങ്കില് സീരിയൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനെ ഇത്രയും കാലം തെലുങ്കിലും മലയാളത്തിലായിട്ട് ഇങ്ങനെ മാറി മാറി വർക്ക് ചെയ്യാണ്. ഏത് ഇൻഡസ്ട്രിയാണ് കൂടുതൽ രസമായിട്ട് തോന്നുന്നത്? തീർച്ചയായിട്ടും തെലുങ്ക് ഇൻഡസ്ട്രി തന്നെയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താ അത് ഈ പറഞ്ഞ കാര്യം തന്നെ. ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലാണ്. ക്രിയേറ്റിവിറ്റിയിൽ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ബാഹുബലിയൊക്കെ ക്രിയേറ്റീവ് ആണല്ലോ പടം. അതെ അതെ. ഒരു ഈച്ചയെ വെച്ച് പടം എടുത്തില്ലേ? തെലുങ്കിലുള്ള ആൾക്കാരുടെ എന്തൊരു സ്നേഹം മലയാളികളെ പാടില്ല, ഈ ഷോയിൽ നിർത്താൻ പാടില്ല അല്ലേ? തെലുങ്കാനയാണ്. കണ്ടോ, ആ കുട്ടി നേപ്പാളിൽ നിന്ന് വന്നതാ, പക്ഷെ എത്ര ഡീസന്റ് ആയിട്ട് മലയാളികൾ. അതല്ലാണ്ട് ഇവിടെ നേപ്പാളിൽ നിന്ന് വന്ന കുട്ടി പോലും ഇവിടെ മലയാളികൾ എരപ്പാളികളാന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തോ പ്രതീക്ഷ, നീ വീണ്ടും വന്നോ? ഞാൻ വീണ്ടും വന്നു. ഒരു പണിയില്ലേ വേറെ? എന്നെ അങ്ങനെ ഷോക്ക് അടുപ്പിച്ചിട്ട് ഞാൻ വെറുതെ പോന്ന് വിചാരിച്ചോ? നിങ്ങൾക്ക് ആർക്കും അറിയില്ല കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോ എന്നെ ഷോക്ക് അടുപ്പിച്ച് കൊന്നിട്ട ഇഞ്ച് ജീവൻ മാറ്റി വെച്ചിട്ട് എന്നെ വിട്ടത്. ഇനി നീ വരാതിരിക്കാൻ വേണ്ടിട്ട് അന്ന് ഷോക്ക് അടുപ്പിച്ചത്. അങ്ങനെ വിചാരിക്കണ്ട. അല്ല ചേട്ടാ, അതിനുശേഷം കുറച്ച് വെളിവ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റോക്ക് ആൻഡ് റോളിൽ വന്നേക്കുള്ള ഏറ്റവും ചെറുപ്പം പിള്ളേരാണ്. അപ്പൊ അത് കൊണ്ട് ഈ കുഞ്ഞു പിള്ളേർ വർത്താനം പറയണായിരുന്നു. ഇപ്പൊ റബേക്ക സംസാരിച്ച ശൈലി ഭയങ്കര രസമല്ലേ? നമുക്ക് അതേപോലെ റോക്ക് ആൻഡ് റോളിനെ കുറിച്ച് 2 വാചകം റബേനെ കൊണ്ട് സംസാരിച്ചാലോ? അയ്യോ, റബേക്ക സംസാരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷയെ കൊണ്ട് എടി അതുണ്ടല്ലോ, നമ്മുടെ സിറ്റിയിലെ റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അതില് 2 നല്ല ചുള്ളമാരായ ചേട്ടന്മാരാണ് ഞാനേ കഴിഞ്ഞോട്ടോടെ പോയിട്ടുണ്ടായിരുന്നു. 2 പേരുണ്ടായിരുന്നു. ഭയങ്കര നാട്ടുകാരോട് കേട്ട് സ്വകാര്യം പറയുമ്പോ അത്ര ഉറപ്പ് പറയാറ്. അതെന്നെ നമ്മൾ പതുക്കെ കുശ് 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 എന്നല്ലേ കേൾക്കാറുള്ളൂ. നിങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മൾ കുറച്ച് പതുക്കെ പറഞ്ഞാലും മതി. എല്ലാവർക്കും അറിയാവുന്ന സത്യം.
ആദ്യം ഉണ്ടല്ലോ റബേക്ക വന്ന സമയത്തും ഹലോ എന്റെ പേര് റബേക്ക എന്നൊക്കെ പറയാം. പിന്നെ ഇതൊക്കെ പറയാം നിങ്ങളെ കുറിച്ച് പല്ലുചേട്ടനൊക്കെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു 1-ലോ 2-ലൊക്കെ പഠിക്കുന്ന ചേട്ടൻ പക്ഷെ കുട്ടി പരിപാടി ഉണ്ടല്ലോ അതിങ്ങനെ കണ്ട് ഹായ് എന്ത് രസം. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ വന്ന് ആരെങ്കിലും നിങ്ങളുടെ പ്രായം പറയാതെ പോകുന്നുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ അടുത്ത് റൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബെറ്റ് വെപ്പിക്കാനുള്ള പണി നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ ലക്ഷം രൂപ വീതം ഓരോ ടീമിനും തരും. ഓരോ ലക്ഷം നമ്മൾ കുറയ്ക്കുന്നില്ല. മാത്തു പൈസയൊക്കെ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക്. യെസ്, ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള റൗണ്ടാണ്. സംഭവം വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു പാട്ട് പറയും, പക്ഷെ ആ പാട്ട് നേരെ പാടൂല, ആ പാട്ട് തിരിച്ചേ പാടുള്ളൂ, ഉൾട്ട. യെസ്, എന്നിട്ട് ആ പാട്ടിന്റെ ശരിക്കുമുള്ള പല്ലവി എന്താണ് എന്നുള്ളതാണ് ചൊല്ലേണ്ടത്. മാത്തു നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? എന്താ? റബേക്കയുടെ പേരെന്ന് തിരിച്ചു പറഞ്ഞു ക്യാബറേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫ്ലോറിൽ ഇത്രയും കാലം നിന്നിട്ട് നിങ്ങളോട് എനിക്ക് ആദ്യമായിട്ട് കൊള്ളാം എന്ന് തോന്നിയൊരു മൊമെന്റ് ഇതാ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റൗണ്ടിന്റെ പേര് ആരിത്? വാര്യമ്പള്ളിയിലെ മീനാക്ഷി. ഇതാരാ? വാര്യമ്പള്ളിയിലെ മീനാക്ഷിയല്ലോ. മശ്രീ ഞങ്ങളും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. അതായത് ഇതേവരെ കനക എന്നുള്ളത് പോലും തിരിച്ചു പറയാത്ത ആള് റബേക്കനെ കറക്റ്റ് ക്യാബറ എന്ന് പറഞ്ഞു. അത്ഭുതമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ സൈഡിൽ നിന്ന് ഓരോരുത്തർ പറഞ്ഞു. അർച്ചനയുടെ പേരെന്ന് പറഞ്ഞു ദീപൻ, ഭൂപതി എന്നൊക്കെ പറയുന്ന പോലെ രക്ഷപ്പെട്ടു. പ്രതീക്ഷ, ഷതിപ്ര, ചതിപ്ര, റബേക്ക, കബേറ, അത് പറഞ്ഞു. കബേറ, ജുവൽ, ജുവൽ, ഇൽവജു, റോൺസൺ, റോൺസൺ, ഇൻസെൻട്രോ, എന്തോ ഗോൺസാൽവസ് എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ ഉണ്ട്. അതാണ് ഇതാണ് നമ്മുടെ രേഷ്മയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ. നന്നായിരിക്കുന്നു. ബെറ്റ് വയ്ക്കൂ. 15, 15,000. ടീം ബി 15, 15. ടീം സി 15. 15. അപ്പോ ജയിക്കുന്ന ടീമിന് 15 തിരിച്ചു കിട്ടും. തോൽക്കുന്ന ടീമിന്റെ 15 വീതം ഞാൻ ഇവിടെ വാങ്ങിച്ച് വെക്കുകയും ചെയ്യും. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോ മത്സരം തുടങ്ങുന്നു. അംഗം മുഴങ്ങട്ടെ. മാമ്പുതുക്കു ഡകാ ചടക്കനാക്കാ പോയി മാമൂലക്കി ഗപാടി കുറായി ലിഖുജാക്ക ഒരിക്കലടനി ആരാണെന്ന് പിനഴക ഓ വെളുപ്പിനഴക ഓ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരെണ്ണത്തിന് ആൻസർ പറഞ്ഞിട്ടുള്ളൂ, ഇത്രക്കധികം ആഘോഷിക്കാറായിട്ടില്ല. അതെ, അടുത്ത പാട്ട്. നിന്റെ പെണ്ണണ്ട ചിട്ടുപ്പരുന്നോട് പൊട്ടിക്കുണി മട്ടക്കൂ നെന്നെയും നാപേയും നാകാനും മേലിഞ്ഞ കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ കുസുമവദന മോഹസുന്ദര എൻ മദന ലളിത ഗാന വല്ലഭ. ഹലോ, അവരെന്തായാലും ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ടാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത പാട്ടിന് ആരാണ് വിന്നർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് ഡാൻസ് കളിച്ചു. എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾ രണ്ട് ആങ്കർമാർ ഇത് ആദ്യം പ്ലാൻ ചെയ്താ. പുള്ളിയാണെങ്കിൽ ക്യാബറയുടെ കാര്യം പറയും ചെയ്തു. അതാണ് നിരതകണിമലൊയിമായോ നീ രീമലി വാരീത്തേനൊരു പോ നിരതി കണിമലോ ഇവയോ നീ
ഇഴിവടയേതിൽ മന്നൽ പൊണ്ടക്ക ഇമയിതി സ്ക്രൂളെ വഞ്ഞരമാ ഞുട ചുരിചി നീൾകള വരിക സുഖമാണി നിലാവ് ഒരു സുഖമില്ലല്ലോ അതിന്. സുഖമാണി കാറ്റ് അരികിൽ ഇപ്പോൾ എന്ത് രസം. സന്ധ്യ. നമ്മൾ സാധാരണ റോക്ക് ആൻഡ് റോൾ മത്സരിക്കുമ്പോൾ ഒരു മത്സരത്തിന്റെ ഒരു വീര്യം പോരാട്ടമൊക്കെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അതിന്റെ ഒരു സ്പിരിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ റെസ്ലിങ്ങിനൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത പാട്ടിലേക്ക് കടക്കും മുമ്പ് ആ പാട്ടിനെ കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത പാട്ടില് പാടുന്നത് ഇതിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും. വീണ്ടും ഒത്തുകളി ഞങ്ങൾ ഇത് സമ്മതിക്കൂല. എന്റെ ജൂല നിനക്കെന്താ ഭംഗിയില്ലാന്ന് നീ അങ്ങ് തീരുമാനിച്ചോ? അങ്ങനെയല്ല, നീ ഈ ഭംഗിയുള്ള പെൺകുട്ടിക്ക് വേണ്ടി പറഞ്ഞത് അല്ലല്ല, വേണമെങ്കിൽ ക്യാമറ ആ ക്യാമറയിൽ ഞാൻ പ്ലേ ബാക്ക് കാണിക്കാം. നീ റെബേക്ക നോക്കിയാ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ഇവിടെ നോക്കിയിട്ട് ഈ പ്രാവശ്യം ഇത് അതൊന്നുമല്ല. നിങ്ങൾക്ക് പാട്ട് കേട്ട് കഴിയുമ്പോ മനസ്സിലാവും. അതല്ല ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കേട്ട് മനസ്സിലാവും. അത്രേ ഉള്ളൂ. രേഷ്മ പാട്ടോട് നീളിമീലെ നീളികൊണു കാതവികലെ നീതാ നുമ്മെന്നീളികാമർന്നോനോണരു ആരാണൊന്ന് സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനി നീലരാവിലെ സ്നേഹവീതിയിൽ അമതോഴിയായി വാ പ്രിയമയീ ഒരിക്കലെന്ന് കണ്ടനാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാനോ സുന്ദരിയേ വാ വെണ്ണിലവേ വാ എൻ ജീവതാളം നീ പ്രണയിനി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അർച്ചനയായിട്ട് മാത്തുക്കുട്ടി ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ നീ എന്തിനാ പോയി ഞാൻ എന്തായാലും ഒരു കാര്യം പറയാം. ഇതിനു മുൻപ് ഇങ്ങനൊരു ആക്രമണം ഞാൻ കണ്ടിരുന്നത് പണ്ട് ധനമന്ത്രി നമ്മുടെ ഇവിടെ ബജറ്റ് ടീമേയാണ് ആദ്യം അമർത്തിയിരിക്കുന്നത്. പറയ് 10 9 8 7 6 5 4 3 2 1 ടൈം ഔട്ട്. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ വാ. പ്രായത്തിനുള്ള കറക്റ്റ് പാട്ട് ഇപ്പോഴാണ് വന്നത്. എനിക്ക് കാര്യം പറയട്ടെ. അന്നപ്പം തുടങ്ങി നിങ്ങളുടെ ഏജിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും കൂടെ ഞാൻ വിളിക്കുന്നു. നിങ്ങൾ ചിരഞ്ജീവിയാണ്, മലയാള ടെലിവിഷന്റെ ചിരഞ്ജീവിയാണ് എന്റെ കളേശാണ്. ബാവോലാനി തേവോനാക്കി മുരുക്ക പെണ്ണിൻ കവിളിനെന്നൊരു തുടുതുടുപ്പാണേ. എനിക്കും വിജയിച്ചിരിക്കുന്നു. മുരുക്ക പെണ്ണിൻ മാധു
യെസ് കലു. അങ്ങനെ നമ്മുടെ ടീം ബി റബേക്ക ആൻഡ് പ്രതീക്ഷ വിജയിച്ചിരിക്കുന്നു. തെറി വിളിച്ചതല്ല. എനിക്കും ഹുറേ വിളിക്കാനുള്ള സമയമായി. ഹുറേ ഹുറേ പൈസ കൊണ്ട് പൈസ. അപ്പൊ ഇനി നിങ്ങളുടെ കൈകളിൽ അവശേഷിക്കുന്ന പൈസയും കൂടി പറയാം. 85,000, 1,85,000. കല്ലു. അപ്പൊ എന്തായാലും ടീം ബി ആദ്യത്തെ റൗണ്ടിൽ ഗംഭീരമായിട്ട് വിജയിച്ചു കഴിഞ്ഞു. ഞാൻ കൂടുതൽ അലങ്കാരം ഒന്നും പറയുന്നില്ല. അവര് വിജയിച്ചു കഴിഞ്ഞു. നിനക്കൊരു ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടല്ലോ അത് പറയുമ്പോ എങ്ങനെയൊക്കെയാണെങ്കിലും. എനിക്ക് തോന്നുന്നത് കലേശേട്ടാ, ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഇവര് രണ്ടുപേരും എവിടെയായിരുന്നു? സത്യം പറയാലോ, ആണുങ്ങളുടെ മേക്കപ്പ് റൂമിൽ മാത്തുക്കുട്ടിയെ കാണാനില്ലായിരുന്നു. കാണൂല. പെൺകുട്ടികളുടെ മേക്കപ്പ് റൂമിൽ ആ കുട്ടി ഉണ്ടായിരുന്നു. റബേക്ക ഇല്ല. ആദ്യത്തെ റൗണ്ട് അവസാനിച്ചു. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ആ റൗണ്ടിന്റെ പേര് കിളിപോയി. തരിപ്പ് സിംഹാസനം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബെറ്റ് വെക്കാനുള്ള ഊഴാണ്. 25. 25 വെച്ചവര് 20, 20 വെച്ച് 25. ആദ്യം ടീം എ യിൽ നിന്ന് ആരാണ് വരുന്നത്? ഞാൻ ഷോക്ക് എടുത്തോളാം പ്ലീസ്. അങ്ങനെ അർച്ചന തരിപ്പ് സിംഹാസനം ഏറ്റെടുത്തിരിക്കുകയാണ്. ദീപൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നു. ദീപ കേൾക്കാമോ? ഓക്കെ അല്ലേ എല്ലാം? അതിന് തരിപ്പ് സിംഹാസനം അവിടെ ആണെങ്കിൽ തരിപ്പ് മൊത്തം കേൾക്കുന്നില്ലാത്ത. 3, 2, 1. കാറ്റാടി തണലും കാറ്റാടി ആടി കാറ്റാടി തളരും തണലും കാറ്റാടി തണലും തളരും കാറ്റാടി തണലും കാറ്റാടി ചെട്ടിക്കുളങ്ങര ഭരണി ചെട്ടിക്കുളങ്ങര അടിയ ചെട്ടി 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 ചെട്ടിക്കുളങ്ങര പിടിച്ചെന്നോ? ചെട്ടിക്കുളങ്ങര കുളങ്ങരക്ക് എങ്ങനെയാ പറയുന്നത്? പാട്ട് പാടിക്കോളൂ. ചെട്ടിക്കുളങ്ങര ചെട്ടിക്കുളങ്ങര. ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. എന്റെ കൽവിലെ വെണ്ണിലാവു നീ. എന്റെ കൽവിലെ അയ്യോ വെണ്ണിലാവു നീ. എന്റെ നിനക്ക് ഇഷ്ടമാണെന്നോ? എന്റെ കൽബിലെ വെണ്ണില. കൈ നിറയെ വെണ്ണ തരാം. ഒടിഞ്ഞോ? കൈ നിറയെ പെണ്ണ തരാം. നിറയെ എന്താ പറയുന്നത്? ആറ്റുമണൽ പായയിൽ അന്തിമയിൽ ആറ്റുമണൽ പായയിൽ അന്തിമയിൽ ചാഞ്ഞനാൾ. ആറ്റുമണൽ ആറ്റുമണൽ പായയിൽ
പായ പായ പായലിൽ പായ വീശിയ. ആറ്റുമണൽ വല ആറ്റുമണൽ 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 മണൽ മണൽ ആറ്റുമണൽ പായ. മുത്തു ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു മുത്തു ചിപ്പി 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 കഴിക്കുന്ന ചിപ്പി മുത്ത് ലിപ്സ്റ്റിക് മുത്തു ഉമ്മച്ചൻ ഉമ്മന്ന് വിളിക്കും. മുത്തു 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 അമ്മൂമ്മയും കൊച്ചുമ്മനോട് ഉമ്മ വെച്ച് കളിക്കേ. മുത്ത് ചിപ്പി പോ ചിപ്പി എന്തോ ചിപ്പി 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 ആന്റെ ചിപ്പി ഓർ ഏതെങ്കിലും ചിപ്പി ഏതെങ്കിലും ഒരു ചിപ്പി ചിപ്പി ചിപ്പിയാ? ചിപ്പി ആ ചിപ്പി മുത്തച്ചിപ്പി പോകുന്നത്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി. അയ്യോ ആ. ഞാൻ മഴ തുള്ളി മഴ ആ തുള്ളി 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 പൊഴിഞ്ഞിടുമീ പൊഴിഞ്ഞിടുമീ മഴ തുള്ളി പൊഴിഞ്ഞ് ശരിക്കും ഷോക്ക് അടിച്ചാണോ പറയുന്നതാണ്? നല്ല പാടുന്നടാ നിക്ക്. മഴ തുള്ളി മഴ തുള്ളി ആ പൊഴിയും തുള്ളി കിളിക്കോ അല്ല പാട്ടാ. അയ്യോ നിക്ക്. ഷോക്കിന്റെ ഇൻട്രസ്റ്റ് കൂട്ടാണ് ഞാൻ ഇത് കഴിഞ്ഞു വരും. പൊഴിത്തുമി പൊഴിഞ്ഞിടുമി പൊഴിഞ്ഞിടുമി പൊഴി ആ പൊഴിഞ്ഞിടുമി മഴത്തുള്ളികൾ മഴത്തുള്ളികൾ നമ്മളെല്ലാം പറഞ്ഞോ? ബോധം വീണോ? പക്ഷെ ഞാൻ പറഞ്ഞു എടാ കൊള്ളല്ലേ സംഭവം സംഭവം കൊള്ളാം. എടാ നിങ്ങൾ ഇനി ഷോക്ക് തട്ടോ കൊള്ളല്ലേ കൊള്ളല്ല വെച്ചാ ഇങ്ങനത്തെ ഞാൻ ചെയ്തോളാം പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റില്ല അർച്ചന പാട്ട് പറഞ്ഞു കൊടുക്കുന്ന രീതി പറഞ്ഞപ്പോഴേ എനിക്ക് അവിടെ ചെന്ന് നിന്നാലോ എന്ന് വിചാരിച്ചു. ഞാൻ നോക്കുമ്പോഴേ മെസ്സേജില് എന്റെ കൽബിലെ അപ്പൊ കല്ലുവീരെ അല്ല ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്റെ കൽബിലെ ആരാണ് വരുന്നത്? ആ എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ആദ്യം തന്നെ വന്നതല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് റബേക്കയെ ചേർന്ന് പിടിച്ചിരുന്നു. പ്രതീക്ഷ പ്രതീക്ഷ വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നു. ഓക്കെ അങ്ങനെയാണെങ്കിൽ തുടങ്ങുന്നു. 3, 2, 1 കണ്ടു കണ്ടു കൊതി ഉറക്കെ പറഞ്ഞു മുമ്പൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ അപ്പ കാണും മാർക്ക്. കണ്ടു ഉറങ്ങി കണ്ടു കണ്ടു കൊതി 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 കണ്ടു കണ്ടു കൊതി കണ്ടു കൊതി കൊണ്ടു നിന്നു ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യും ആരോ 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 നെഞ്ചിൽ 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 ആരോ നെഞ്ചിൽ മുത്തേ പൊന്നെ പിണങ്ങല്ലേ മുത്ത് 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 മുത്തില്ലല്ലോ മുത്ത് മുത്ത് മുത്തടി മുത്ത് 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 മുത്തേ പൊന്നെ പൊന്നെ
പൊന്നെ പൊന്നെ പൊന്നെ മുത്തേ പൊന്നെ പിണങ്ങല്ലേ 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 മുത്തേ മുത്തേ പൊന്നെ പിണങ്ങല്ലേ പിണങ്ങല്ലേ അതല്ല തന്നെ കടൽ കാറ്റിൻ നെഞ്ചിൽ കടൽ കടൽ വെള്ളം കടൽ 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 കാറ്റിൻ നെഞ്ചിൽ കാറ്റിൻ മാനമേ കടൽ കാറ്റോ നെഞ്ചിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ ആവണി പൊന്നു ഞാനായിരിക്കാം നിന്നെ ആവണി ആവണി ആ ആ വാ വാ നീ ഈ നീ ഈ നീ ആവണി പൊന്നു ഞാൻ പൊന്നു ഞാൻ പൊന്നു ഞാൻ ആവണി പൊന്നു ഞാൻ ഓക്കെ ഓക്കെ എന്നോട് എന്തിന് എന്നോട് 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 എന്തിന് എന്ത് എന്തിന് എന്നോട് എന്തിന് എന്നോട് എന്തിന് പിണക്കം ഒരു രാജമല്ലി വിടരുന്ന പോലെ ഒരു രാജമല്ലി ഒരു 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 രാജമല്ലി പോലെ ഒരു രാജമല്ലി വിടരുന്ന പോലെ ഒരു വണ്ടി രാജമല്ലി രാജമല്ലി വിടരുന്ന ഒരു രാജമല്ലി പിന്നെ കരളേ കരളേ കരളിൽ കരളിന്റെ കരളെ കരളെ കരളിന്റെ കരളെ തീർന്നു അതോ എനിക്ക് ഒരു പാട്ടാ ഇഷ്ടപ്പെട്ടത് അങ്ങനൊരു പാട്ട് അങ്ങനൊരു പാട്ട് ലിസ്റ്റിൽ ഉണ്ടായില്ലല്ലോ അതിനുള്ള പാട്ട് ഇനി ടീം സി ഞാൻ ജാക്സൺ അല്ലടാ പാടിക്കോ 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 ജാക്സൺ അല്ലടാ ഞാൻ ജാക്സൺ അല്ല ജാക്സൺ അല്ല ഞാൻ ജാക്സൺ മൈക്കിൾ ജാക്സൺ അല്ലടാ ഞാൻ ജാക്സൺ അല്ല എന്നുള്ളിൽ മൗനം വീണ വയലിന പൊൻ വീണ 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 പൊൻ വീണ 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 പൊൻവീണേ ഉള്ളിൽ മൗനം വാങ്ങൂ. സുഖമോ ദേവി സുഖമോ നല്ല സുഖം നല്ല സുഖം നല്ല സുഖമോ ദേവി ദൈവമേ എനിക്കെന്തിനീ വിധി നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിരുന്നാളല്ലേ സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ മഴനീർത്തുള്ളികൾ തടുനീർമുത്തുകൾ പണി മഴനീർത്തുള്ളികൾ മഴ 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 ആ
നീർ തുള്ളികൾ. മഴത്തുള്ളികൾ. അല്ല അല്ല മഴ മഴ. നീർ തുള്ളികൾ. മഴമീ തുള്ളികൾ. മഴത്തുള്ളികൾ. മഴത്തുള്ളി. മഴത്തുള്ളിയല്ല. മഴ നീർ 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 മഴ നീർത്തുള്ളികൾ. അതാണ്. പിച്ച വെച്ച നാൾ മുതൽ കുനി പിച്ച പിച്ച അമ്മ പിച്ച വെച്ച 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 നാൾ വെച്ച പിച്ച വെച്ച നാൾ മുതൽ പിച്ച പിച്ച വെച്ച വെച്ച നാൾ മുതൽ വെച്ച നാൾ. തീർന്നു. മൂന്ന് ടീമുകളും എല്ലാ പാട്ടുകളും പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ സമയം വെച്ച് നോക്കുമ്പോൾ സമയം വളരെ മോശമാണ് മക്കളെ. ടീം എ 2:50, ടീം ബി 2.5 മിനിറ്റ്, ടീം സി 3 മിനിറ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ മത്സരത്തിൽ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, ഈ മത്സരത്തിലും വിജയിച്ചിരിക്കുന്നു ടീം ബി. നമ്മുടെ ഈ റൗണ്ടില്, നമ്മുടെ ഈ മത്സരത്തിൽ മൊത്തം പോകുന്നതിൽ ഈ റൗണ്ടിന് പ്രേക്ഷകരുടെ വല്ലാത്ത സപ്പോർട്ടുണ്ട്. അത് ഗംഭീരമാക്കി നിങ്ങൾ ഇപ്രാവശ്യം എന്തായാലും. അപ്പൊ പ്രേക്ഷകർക്ക് നിങ്ങളുടെ എപ്പിസോഡ് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ അതെ, നിക്ക് നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാം മാത്രല്ലേ വായിക്കുന്നുള്ളൂ? ഫേസ്ബുക്കിലും പല കമന്റുകൾ വരുന്നുണ്ട്, വല്ലതും കാണുന്നുണ്ടോ? ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? പിന്നെ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നിട്ടുണ്ട്. നീ എപ്പോ? അതൊക്കെ ഞാൻ എടുത്തു. പക്ഷെ നീ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. അതെ, എന്തായാലും കുറച്ച് ദുരുദ്ദേശം കൂടെ തന്നെയാണ്. കുറച്ച് നല്ല കാര്യങ്ങളാണ് ആക്ച്വലി ഉള്ളത് അതിനകത്ത്. ആങ്കേഴ്സിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത്. നമുക്ക് കാണാം, സ്ക്രീനിലിടാം. തരിപ്പ് സിംഹാസനം സൂപ്പർ, നല്ല ഫീഡ്ബാക്ക്. നല്ല ഫീഡ്ബാക്ക്. അതിപ്പം ഞാനാണല്ലോ പ്ലേ ചെയ്യുന്നത്. അതെ. സെക്കൻഡ് കമന്റ് മാത്തുവിന് എന്താണ്? വിഷ്ണു മോഹൻ മാത്തുവിന് കസേരയിൽ ഇരിക്കാൻ ചങ്കൂറ്റമില്ലേ? ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാൻ വെല്ലുവിളിയാ. മാത്തുവിന് തരിപ്പ് കസേരയിൽ ഇരിക്കാൻ ചങ്കൂറ്റമില്ലേ? ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കാം. എനിക്ക് തരിപ്പ് കസേരയിൽ ഇരിക്കാൻ ചങ്കൂറ്റമുണ്ട്, പക്ഷെ ചെയ്ത് കാണിക്കൂലടാ. എടാ അങ്ങനെ പറയാൻ പാടില്ല, നമ്മുടെ പ്രേക്ഷകരല്ലേ, അവര് കാണുന്നോണ്ടല്ലേ നീ അരി വാങ്ങിച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്നത്. നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞ പ്രേക്ഷകരുടെ കമന്റ് എടുക്കുന്നു. വായിക്കട്ടെ. പ്രേക്ഷകരുടെ ആഗ്രഹമല്ലേ മാത്തു? അങ്ങനെയാണെങ്കിലേ മാത്തു ഇരിക്കേ. മാത്തു തരിപ്പ് സിംഹാസനം ഇരിക്കുന്നത് കാണാൻ കൊതിയാവും. എല്ലാരും ആരാന്നറിയാമോ? എന്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ എനിക്ക് മാത്തു തരിപ്പ് സിംഹാസനം സൂപ്പർ എന്നാണ് എല്ലാരും ഇട്ടിരിക്കുന്നത്. മാത്തു വേറെ ലെവലൊന്നും ഇട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ ആഗ്രഹം അതാണെങ്കിൽ മാത്തു ഗല്ലു ഇരിക്കൂല. കാരണം മാത്തു ഇതിനകത്ത് ഇരുന്ന് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ ഒരു വെല്ലുവിളി. നമ്മൾ എല്ലാ വെല്ലുവിളികളും സ്വീകരിക്കണം. മാത്തു റബേക്കയ്ക്ക് വേണ്ടി മാത്തു എന്താ റബേക്ക പറഞ്ഞല്ലേ ഇരിക്ക് അങ്ങോട്ട്. ഞാൻ അവിടെ ഇരുന്ന പാട്ട് വായിച്ചു തരാം. വെല്ലുവിളിക്ക് ആളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച ഒരാളാണ്. ആൻഡ് ഐ തിങ്ക് എന്റെ ഒരു ഫാനും കൂടിയാണ്. മാത്തുവിന്റെ കൂടെ തന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ആശക്കുട്ടി? ആശക്കുട്ടി അല്ല, പിന്നെ കീച്ചേരി പുത്തമ്പുരയിൽ ശോശാമ. ഞാൻ പറയട്ടെ, അത് എന്റെ മമ്മിയല്ലേ? ശരിയാണ്, ശോശാമ തന്നെയല്ലേ പേര്? കീച്ചേരി പുത്തമ്പുരയിൽ ശോശാമ മാത്യു, മാത്തുന്റെ മമ്മി.
മാത്തു ഇപ്പുറത്ത് ആഹാ ദൂരമാണ് ഇല്ല. മാന്യ പ്രേക്ഷകരെ, മാത്തുവിന്റെ മമ്മിയാണ്. മാത്തു അറിയാതെ മമ്മി ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. മാത്തുവിന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ക്രിസ്മസ് ആയിട്ട്. 2 ഷോക്ക് ട്രീറ്റ്മെന്റ് ഒരുമിച്ച് തരേണ്ട ആവശ്യമില്ല. മമ്മി, ഞാൻ ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക്. മമ്മിക്ക് 3 മക്കളുണ്ട്. ചേട്ടായി ഉണ്ട്, കുഞ്ഞേച്ചി ഉണ്ട്, മാത്തു ഉണ്ട്. ഇതിൽ ഏറ്റവും പഠിക്കാൻ മോശം ആരായിരുന്നു? മമ്മി സത്യം പറ. പഠിക്കാൻ മോശം ഇവൻ തന്നെ. അതെ, രസം എന്ന് പറയോ, മമ്മിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടായിനെയാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവണമെന്ന് വെച്ചാല്, ചെറുപ്പത്തിൽ നമ്മൾ മറ്റേ രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വിളിക്കുമല്ലോ. അപ്പൊ വീട്ടിൽ കുഞ്ഞേച്ചി ഉണ്ട്, ചേട്ടായി ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ 3 പേരും 3 മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പൊ രാവിലത്തെ മമ്മിയുടെ വിളിയുടെ ഒരു ടോൺ ഉണ്ട്. അതായത് രാവിലെ തന്നെ എന്നിട്ട് ആദ്യം തന്നെ കുഞ്ഞേച്ചിനെ വിളിക്കും. എൻറ്റടേ കുഞ്ഞനെ എൻറ്റടാ പപ്പു എൻറ്റെ. ഇനി ഏറ്റവും കൂടുതൽ മമ്മി സത്യം മാത്രം പറഞ്ഞാൽ, ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാതിയായിട്ട് വരുന്ന കുഞ്ഞേച്ചിയുടെ കാര്യത്തിനായിരുന്നോ, അതോ ചേട്ടായിയുടെ കാര്യത്തിനായിരുന്നോ, അതോ മാത്തുക്കുട്ടിയുടെ കാര്യത്തിനായിരുന്നോ? അത് ഇത് തന്നെ. എന്റെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. ഇതിന്റെ കാര്യം ചോദിച്ചു നോക്ക്. അവിടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മറ്റേ അറ്റസ്റ്റ് ചെയ്യാനല്ലോ, മറ്റേ ഓപ്പൺ ഹൗസിന് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു നോക്ക്. എന്താണ് മമ്മി അവർ കൈയക്ഷരം നല്ലതാന്ന് പറയാറുണ്ട്. ചോദിച്ചോ എന്താ കാരണം? ഈ പ്രേമലേഖനം എഴുതണോ? ന്യൂസ് മേരി ജോർജ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഒരു നമ്മുടെ ഓപ്പൺ ഹൗസിൽ മമ്മിയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവന്റെ നല്ല കഴിച്ചിട്ടാണ് ഇവിടെയുള്ള പെമ്പിളിയോട് ചോദിച്ചറിയാം. മമ്മി, നമ്മുടെ ഷോയുടെ അഭിപ്രായം ഈ റോക്ക് ആൻഡ് റോൾ ഷോ നല്ലതാണ്. ഏറ്റവും നല്ല തരിപ്പ് സിംഹാസനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മമ്മി മാത്തുവായിട്ട് മത്സരിക്കുന്നു. ഈ തരിപ്പ് സിംഹാസനത്തിൽ മമ്മി മാത്തുവായിട്ട്. മാത്തുവിനെ എല്ലാവരും ആരാധകരും മുഴുവൻ മാത്തുവിന് ഈ ചാലഞ്ച് ഏറ്റെടുത്തൂടെ എന്നൊക്കെ മാത്തുവിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്തു ചെയറിലിരിക്കും, മമ്മി ഇവിടെ നിന്ന് പാട്ട് പറയും. ഞാൻ നിനക്ക് പാട്ട് പറഞ്ഞുതരാം. പാട്ട് പറഞ്ഞു തന്നോട്ടോ. പാട്ട് മാത്തു പറഞ്ഞുതരും. മമ്മി മാത്തുവിന്റെ ചുണ്ട് വെച്ചിട്ട് വേണം മമ്മി പാട്ട് കണ്ടുപിടിക്കാൻ. വാ മാത്തുക്കുട്ടി വാ. നിനക്ക് ഇതിന് സ്യൂട്ടിന്റെ ഒന്നും ആവശ്യമില്ല. നിനക്ക് ഇത്ര ആഡംബരം നമുക്ക് സ്ക്രിപ്റ്റിന് വേറെ ടീം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാനാ തയ്യാറാക്കിയത്. കാരണം മാത്തുക്കുട്ടിയുടെ മമ്മിക്ക് പഴയ പാട്ടുകളൊക്കെ നല്ല കാണാപ്പാടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ മൂവ്, പുതിയ പാട്ടുകളാണ് ഞാൻ മുഴുവൻ. അടിപൊളി. ഞാൻ എല്ലാം കഴിയുമ്പോണ്ടല്ലോ എന്നെ നേരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ബാർബിക്യൂ അടിക്കുന്ന സ്ഥലത്ത് കൊടുത്തേക്കണേ. മത്സരം തുടങ്ങാം മമ്മി. 3, 2, 1. പറയുവാനിതാദ്യമായി മമ്മി പറയുവാൻ ആദ്യമായി ഇടനാഴിയിലോടിക്കേറണം. എന്റെ പാട്ട് ഇടനാഴിയിൽ ഓടിക്കയറണ. എന്റെ പാട്ട് ഇടനാഴിയിലോടി മുരുക ഇതല്ലല്ലോ മുരുകന്റെ ആഴ്ച, ഇതാണ് മുരുകന്റെ ആഴ്ച. മോഹൻലാലിന്റെ പാട്ടില്ലേ മുരുക മമ്മി പിള്ളേര് പറഞ്ഞേ, വീട്ടിലെ പിള്ളേര് ആക്ഷൻ കാണിച്ചോ. മുരുക പുലി മുരുക മമ്മി ഇത് മുരുക. പിന്നെ കാക്കേ കൂടെ വിടെ. എളുപ്പം കാക്കേ കൂടെ വിടെ. ഇതെന്ത് പാട്ട്? കാക്കേ കൂടെ വിടെ. കാക്കേ കൂടെ വിടെ. കാക്കേ കൂടെ വിടെ. അതെ, അയില മത്തി ദൂര ചാള പറയട്ടെ. മീനില്ലേ മീൻ, അയില മത്തി ചൂള ചാള. അയില മത്തി ചൂര ചാള കടവ. അയില മത്തി ചൂര ചാള കടവ. ആ പാട്ട് അയിലമത്തി. പൊടിമീശ മുളയ്ക്കണ കാലം. മീശ പൊടിമീശ മുളയ്ക്കണ പൊടിമീശ മുളയ്ക്കണ കാലം. ആരും കണ്ടില്ല മത്തു, കയറി പോരെ. ഞാൻ കാര്യം പറയട്ടെ, പക്ഷെ ഞങ്ങൾ 10 ൽ 10 മാർക്ക് പറഞ്ഞ
മമ്മി അടിപൊളി, മമ്മി പൊളിച്ചു. ഞാൻ ഒരിക്കലും മമ്മി പാടൂല എന്ന് വിചാരിച്ച് ഇട്ട ലിസ്റ്റാണിത്. പക്ഷെ അത് മമ്മി മുഴുവൻ പറഞ്ഞു. മമ്മിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ചാലേ മമ്മി മാത്തുക്കുട്ടി റേഡിയോന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം എല്ലാ റേഡിയോ പ്രോഗ്രാമും കേൾക്കും. മമ്മിയുടെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ മമ്മി ഫുഡ് ഉണ്ടാക്കലായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഒന്നില്ലെങ്കിൽ കലേശ്വരം ഉണ്ടാക്കാം, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസം വരും ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന് ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഉണ്ടാക്കി തരില്ല. അപ്പൊ സെലിബ്രിറ്റികൾക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്ന മമ്മി. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റികൾ ഉള്ളത് കൊണ്ട് തന്നെ മമ്മി ഉണ്ടാക്കിയ കേക്ക് ഇന്ന് കൊണ്ടുവരുന്നുണ്ട്. മമ്മി സ്വന്തം കൈയാൽ ഉണ്ടാക്കിയ കേക്കിന്റെ ട്രീറ്റ് ആണ് ഇതിന്റെ ട്രീറ്റ്. അപ്പൊ മമ്മി സ്വന്തം കൈയാൽ ഉണ്ടാക്കി നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ കേക്ക് മുറിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ അവിടെ നിന്നാ മതി. ജോയും അവിടെ തന്നെ നിന്നോ. നമ്മൾ മുറിച്ച് കഴിക്കാം. നമ്മൾ മുറിക്കാൻ പോവാ. നിങ്ങൾ അവിടെ തന്നെ നിന്നോ. അതോ ഞാനിവിടെ കയറി ഇരുന്നോട്ടാ. കേറിക്കോ, പിടിച്ചോ. ഇതാണ് നമ്മുടെ അടുത്ത റൗണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെമോ ഇട്ടത്. അതായത് ഇതിന്റെ മേളിൽ ഒരാൾ നിൽക്കും, എന്നിട്ട് ഇതിന്റെ മേളിൽ നമ്മൾ കുറച്ച് പാട്ടുകൾ, മലയാളം പാട്ടുകൾ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. വാക്കുകളായിരിക്കും. അതായത് ഇപ്പൊ നമ്മള് ഫ്ലവറേ മിൽക്ക് ഫ്ലവറേ എന്നായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് നമ്മള് പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പാടണം. ഇത്രയുള്ള മത്സരം. പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോറടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കും. ഒന്ന് കറക്കേ, ജസ്റ്റ്. ഇതാണ് മത്സരം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി. താഴെ വീണ് കഴിഞ്ഞാൽ വീണ്ടും മോളിൽ കയറി ഇരുന്നിട്ടാണ് അടുത്ത ക്ലൂ കൊടുക്കുക. താഴെ നിന്നോണ്ടല്ല. ഈ റൗണ്ടിന്റെ പേരൂടെ പറയാം. കുലുക്കി തക്കത്ത, കുലുക്കി തക്കത്തി. അതോ അങ്ങനെയാണെങ്കിലേ ഗെയിം ഇവർക്ക് മനസ്സിലായ സ്ഥിതിക്ക് ബെറ്റ് വെപ്പിച്ചാലോ? അതെ, ആരാണ് എത്രയൊക്കെ വെച്ചിട്ടാണ് വെക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ടീം സി ഒരു 30,000. 30,000. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 60 ഉള്ളൂ കേട്ടോ. അത് കുഴപ്പമില്ല, ഞങ്ങൾക്ക് ചില്ലറ കളി ഇഷ്ടമല്ല. ടീം ബി ടീമേ സെയിം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരെ നമുക്ക് മത്സരത്തിലേക്ക് തുടങ്ങാം. നമുക്ക് ഉദ്ഘാടന മത്സരം എന്നുള്ള രീതിയിൽ മല്ലനെ തന്നെ ആദ്യം വിളിച്ചാലോ? Time. My all, isn't it? എന്റെ എല്ലാം അല്ലേ. My flower moon you. എന്റെ പൂ. കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. My flower moon you. എന്റെ പൂ മാനമേ അല്ലേ. അല്ലല്ല. മൂൺ ഫ്ലവർ മൂൺ യു. എന്റെ The above silver moon. മേലെ പെണ്ണിലാ ചന്ദ്രകിണ്ണം പുന്നമട കായല് വീഴുന്നു. Eye to eye between. ഞാനും എന്റെ ആളും അല്ല ഞാനും കണ്ണും കൈമാറും. വീഴലേ. Are you fine, goddess? സുഗമോ ദേവി. പോട്ടെ. Why mind one side? ശിവനെ ഇത് യാതൊരു ജില്ല. എന്തിനാണ് ഈ പിടക്കം? Why mind one side? Why mind one side? എന്തിനീ Memories run play. ഓർമ്മകൾ ഓടിക്കുഴിഞ്ഞോട്ടുണ്ടോ അല്ലേ? ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തും ഈ മുറ്റത്തെ ചക്കരം ആവശ്യമുണ്ട്. Eye to eye between.
ഫസ്റ്റ് മൗണ്ട് എബവ്. അത് പറഞ്ഞില്ല. ഫസ്റ്റ് മൗണ്ട് എബവ്. ഫസ്റ്റ് മൗണ്ട് എബവ്. ഒന്നാം കുന്നിന്മേലെ ഓടിയെത്തും പൂത്തുപ്പി ആയിരിക്കും. മൂൺ ഫ്ലവർ മൂൺ. പാട്ടാണത്. എടോ മൂൺ. എനിക്ക് അറിഞ്ഞൂടെ. സെക്കൻഡ് ലാസ്റ്റ്. ബൈ മൈൻഡ്. വൺ എന്റെ മനസ്സിൽ ഒരു തിളക്കം. എന്റെ മനസ്സിൽ ഒരു നാണം. എനിക്ക് തിരിയുന്ന ഷൈൻ. അയ്യോ കഴിഞ്ഞോ? ഇത്രയും സാഹസികമായ ഒരു ഗെയിം അതിഗംഭീരമായി കളിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന നമ്മുടെ ചങ്ങ. സാധാരണ ആൾക്കാർക്ക് ആംബുലൻസ് മതി, ഇവരെ കൊണ്ടുപോകാൻ ടിപ്പർ വിളിക്കും. ഇനി ടീം ബി. 3, 2, 1 സ്റ്റാർട്ട്. നൈറ്റ് ഷോപ്പ് ഔട്ട്. രാത്രി കടയോ? രാത്രി ബെൽ കൊക്കോ കൊക്കോ മണി 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 1 റൗണ്ട്. എന്തോന്ന് എടി അടുത്തത് 1. എടി ബെല്ല് കഴിഞ്ഞിട്ട് എന്തുവാടി? ഹസ്ബൻഡോ? ഭർത്താവ് നീ വരുന്നു. ഭർത്താവിന് വേറെ വാക്കൊക്കെ ആലോചിച്ച് നോക്ക്. ഭർത്താവിന് വേറെ. ഭർത്താവിന് വേറെ വാക്കൊക്കെ ആലോചിച്ച് നോക്ക്. എനിക്ക് മനസ്സിലായി. നാദാ നീ വരുമോ? അടുത്ത പറ. എന്തോന്ന്? സാൻഡൽ ബെൽ ഈവനിങ്. ബെല്ലല്ലേ? ചന്ദനമണി സന്ധ്യകളിൽ 7 സ്വരങ്ങളും ഒറ്റയ്ക്ക് വിഷ് ഒറ്റ പൂനാദം. ഒരു പൂ മാത്രം ചോദിച്ചു. ഒരു പൂ മാത്രം ചോദിച്ചല്ല. ഒന്നുകൂടി. എലോൺ ഫ്ലവർ. ഒറ്റ പൂ. ഒരു പൂ. രണ്ടാമത്തെ വേർഡ് പറയണേ. ഒരു 1 റൗണ്ട്. ആഡഡ്. വട്ടം. ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടി. അടുത്ത. അത് മാത്രമല്ല. റിവർ സൈഡ് ഫ്ലവർ ബോട്ട്. പുഴ സൈഡ്. എടി വേറെ പറഞ്ഞു. റിവർ സൈഡ്. ബ്രൈറ്റ്. അടുത്ത പാട്ട് പറ. 8, 7, 6, 5, 4, 3, സമയം കഴിഞ്ഞു. ടൈം ഔട്ട്. അതെ, ഈ റിവർ സൈഡ് ഫ്ലവർ ബോട്ട് എന്ന് പറഞ്ഞ പുഴയോരത്തിൽ. ഓരത്തിലൊന്നുമല്ല, ഞാൻ വേറെ എന്തൊക്കെ വേണം. റിവർ സൈഡ്. എന്തായാലും നമ്മളെ ചാൻസി റാണിക്ക് ചാൻസി റാണി. അപ്പൊ അങ്ങനെയാണെങ്കിൽ തൽക്കാലം ബോഡിയത്തിലേക്ക് പോവാം. ടീം എ വരട്ടെ. ആരാണ് വരുന്നത്? അർജു, നീ ഭൂലൻ ദേവിയാണ് കേട്ടോ. കുറച്ചു നേരത്തേക്ക് കാളയുടെ പുറത്തു പോകുന്ന ഭൂലൻ ദേവി ആണോ? റെഡി? മത്സരം ജയിച്ച നീ ലക്ഷ്മിയാണ്. 2, 1 സ്റ്റാർട്ട്. വെജിറ്റബിൾ റാക്ക് 1 ഗ്രാൻഡ്മ. വെജിറ്റബിൾ റാക്ക് 1 ഗ്രാൻഡ്മ. പച്ചക്കറിക്കായ. കറക്റ്റ്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടത്. വെയിറ്റിംഗ് ഹസ്ബൻഡാ. വെയിറ്റിംഗ് കാത്തിരിക്കാം എന്റെ ബെൽ മണി.
കാത്തിരിക്കാം കണ്ണിൻ കാത്തിരിക്കാം കൺമണി. അത് മൊത്തം തെറ്റാ. അടുത്ത പോട്ടെ. മഴ ദും ദും ദും. മഴ പെയ്യണേ. അടുത്ത Don't like, eat it like. Idiot. Don't like. Okay. ഇഷ്ടമല്ലടാ നിന്നെ. Why? എന്താ ഇന്ന് വരാത്തെ? Why today don't come? Why today? 9 നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ അർച്ചന കിടുക്കി തകർത്തു പൊളിച്ചു. എനിക്ക് അവരെ ഒറ്റയ്ക്ക് തല്ലണം. എന്ത് എന്നും മന്ദിയില. ഞാൻ ഇന്ന് കാത്തിരിപ്പ് കണ്ണടി നിനക്ക് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ടീമേ നമ്മുടെ സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് വന്നിട്ട് ഗംഭീരമായിട്ട് പൊളിച്ചടുക്കി പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരി ഇങ്ങോട്ട് വിളിക്കാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരിയുടെ പേര് എമ എന്നാണ്. ആ കുട്ടി വന്നിട്ട് പാട്ട് പാടിത്തരും. ആ പാട്ട് നിങ്ങൾ ഏച്ചു പാടുക. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ. സ്വാഗതം ചെയ്യാം എമ. യമയോട് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? യമ എന്നുള്ള പേര് കേട്ടിട്ട് ഏത് രാജ്യമാണെന്ന് മനസ്സിലാവുന്നില്ല. സോ വിച്ച് കൺട്രി ആർ യു ഫ്രം? ഐ എം ഫ്രം ദി UK. ഓ ഷീസ് ഫ്രം UK. ഉത്തരഖണ്ഡോ? എടാ ചുരിദാർ ഇട്ട് വന്നിട്ടുള്ളത് മദാമേട്. ഉത്തരഖണ്ഡല്ല ഉത്തരഖണ്ഡല്ല, UK, യുണൈറ്റഡ് കിങ്ഡം. എത്ര രൂപ പറ്റി വെക്കുന്നു ടീമേ? 50,000. 50,000. Not here, not ഫുള്ളും here. വെച്ചേക്കാം. ഫുള്ള് വെച്ചേക്കാം. എത്ര? 90,000. അപ്പൊ 50,000, 90,000, 30,000 ഫുള്ള് വെച്ചിരിക്കും. ഫുള്ള് വെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ? ഫുള്ള് വെച്ചാലോ എന്നൊരു ആലോചന ഉണ്ടോ? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ. 90,000 rupees. ഫുള്ള് 30,000 rupees. അവര് പറയുമ്പോ മാത്രം നിങ്ങൾ എത്രയാന്ന് നോക്കി അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് ആകെ അവരുടെ കയ്യിൽ 30,000 ഉള്ളൂ. ഒരു സമയം കഴിഞ്ഞപ്പോഴേ അവൻ ഫുള്ള് എമ റെഡിയല്ലേ? ഒഴിക്കല്ലേ? സുഖല്ലേ? സുഖം. കുട്ടിക്ക് മലയാളം അറിയാം. വേറെ വഴിയില്ല. ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കണേ. നമ്മളെ കൂടെയല്ലേ നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് പറയില്ലെന്ന് നമുക്ക് മനസ്സിലായതുകൊണ്ട് യമ മലയാളത്തിൽ പഠിച്ചു. ആദ്യത്തെ പാട്ട് ഫസ്റ്റ് സോങ്. പുളിരയ്ക്കും മലരപ്പെല്ലാം നീളം നമ്മളെ മുക്കള പലം പല നമ്മള് പുലവളി നമ്മള് നിങ്ങളാ പുലരിക്കിന്നം പൊന്നിൽ ആണോ? പുലരിക്കിന്നം പൊന്നിൽ മുക്കിയതാരാണോ? പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ? നമ്മുടെ വളരിൽ കനവിൻ നദിവിൻ പൂമാനം ഈ മുത്തുവനത്തിലും അടിപൊളി. അടുത്ത പാട്ട് നെക്സ്റ്റ് സോങ്. ചെക്കുമാസും ഞങ്ങൾ ആരാണ്? ജിമ്മി വന്നു ചേർന്നാ ഞാൻ സ്വന്തമാക്കും. മാത്തുക്കുട്ടി
ഈ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിഭീകര ഡാൻസ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. രസം എന്താണെന്നറിയോ, എമ്മക്കുട്ടിക്ക് നമ്മുടെ നമസ്കാരവും ഹലോ മറ്റേ നമസ്കാരവും ഇത് മാത്രമൊന്നുമല്ല, മറ്റേ സ്റ്റെപ്പ് പോലെ പഠിച്ചു. ഒരു തൃശ്ശൂർ പൂരത്തിന്റെ പരിപാടി. സ്റ്റെപ്പ് ഇട്ടേ. സ്റ്റെപ്പ് സ്റ്റെപ്പ്. അടുത്ത പാട്ട് അടുത്ത പാട്ട്. പ്രായം നന്നിൽ മോഹം നൽകി. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം നമ്മിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ ഗാനം നൽകി. ശരി, അടുത്ത പാട്ട്. തലമല വന്നു കണ്ടല്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ കണ്ണല്ലേ പൊന്നല്ലേ. നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു. താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ, താഴെന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ, തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീയത്തിൽ മാത്തു. യെസ്, കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് തുന്നം പാടി പോയതിന് പ്രതീക്ഷ സത്യമായിട്ട് പ്രതികാരമായിട്ട് വന്നേക്കാണ്. പ്രതീക്ഷ ആ പ്രതീക്ഷയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. പ്രതീക്ഷയല്ല, പ്രതികാരീക്ഷ. എന്റെ മനസ്സിലൊരു ദാനം. പാട്ട് കേൾക്കണേ. എന്റെ മനസ്സിലൊരു രോഗം. എനിക്ക് ലിറിക്സ് അറിയില്ല. എല്ലാരും എല്ലാരും കല്ലാണി നെഞ്ചിലെല്ലാരും
അതോ ഈ ടീം സിയും ടീം ബിയും തമ്മിലുണ്ടല്ലോ ഭയങ്കര പോട്ടി ഭയങ്കര മനപ്പൊരുത്ത. ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ പാട്ടാണിത്. ഈ ഫുൾ എപ്പിസോഡിന്റെ വിധി നിർണ്ണയിക്കുന്നത് ഈ ഒരു ഒറ്റ ചോദ്യമാണ്. അതാണ് ഒരൊറ്റ ചോദ്യം മതിയെ നിങ്ങളുടെ ജീവിതം മാറി മറിയാ. നോക്കാം. 3, 2, 1. അമരന്റിയോ 10, 9, 8, 7, 6, 5, 4, 3, 2, 1. Time out. 2 ആരാ? 10, 9. സുരംഗനി സൂപ്പർ സുരോ സുന്ദരി സുരാസിനി ബാബാ മനോരഞ്ജിനി. ആണെങ്കിൽ നിങ്ങൾ ജയിച്ചു. ബാബാ മനോരഞ്ജിനി. ആണോ? കഴിഞ്ഞ പ്രാവശ്യം തോറ്റ് തുന്നം പാടിപ്പോയ പ്രതീക്ഷ ട്യൂഷനും കൊടുത്തു കൊണ്ടുവന്നിരിക്കുന്ന പ്രതികാരാക്ഷിയായി മാറിയ പ്രതീക്ഷ ഇതാ വിജയിച്ചിരിക്കുന്നു. പ്രതീക്ഷയും റബേക്കയും ഇന്നത്തെ വിജയി. 4,50,000 രൂപ. മധു, പടച്ചോനോടാണ് പറയാനുള്ളത്. പടച്ചോനെ ഈ വർഷം ഇങ്ങനെ അടുത്ത വർഷമെങ്കിലും ഒന്ന് നന്നാക്കി തരണേ. പുതുവർഷം വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് കിസാൻ പീനട്ട് ബട്ടർ കോപ്രസൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ YG, co-powered by Dr. Moms and cosmetic partner Dassler Eternal.